അടിച്ചുപൊളികളെ ഗ്രൂസിന് മറ്റൊരുടെയൊക്കെ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കളിക്കാൻ പോകേണ്ട കളിയാണ് മൈൻക്രാഫ്റ്റ് പോലത്തെ വേറെ കളിയാണ്. അപ്പം ഞാനാണ് കളിക്കുന്നത്. പിന്നെ ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്തോളൂ. പിന്നെ നിങ്ങൾക്ക് അറിയണ ചെറിയ ചെറിയ ഗെയിംസൊക്കെ ഞങ്ങൾക്ക് തരണം. അപ്പോൾ നമ്മളിന്ന് പാർട്ട് 2 ആണ് കളിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് കളി തുടങ്ങാം. ഞാനിതൊക്കെ എങ്ങനെയാണ് കളിക്കുന്നത്? നമ്മൾ നേരത്തെ പോലെ തന്നെ കേട്ടാ. ഇവിടെ ഒരു കോൾ ഇരിക്കണ്ടേ, കോൾ പൊട്ടിക്കാം. ഈ കോൾ പൊട്ടിക്കാൻ കുറച്ച് കോളിരിക്കണ്ട കേട്ടാ. കുറച്ച് കോളുണ്ട് കേട്ടാ. കോളെടുത്തിട്ട് ആയാമ്പേക്ക് മാറ്റാം. നമുക്ക് കോള് പെട്ടെന്ന് എടുക്കാം. കോള് പെട്ടെന്ന് എടുക്കാനല്ലേ. നീ ഇന്നലത്തെ വീഡിയോസ് ഒന്ന് പറഞ്ഞു കൊടുക്ക. നമ്മുടെ ഇന്നലത്തെ വീഡിയോ എന്ന് വെച്ചാൽ അത്ര ഉണ്ടായില്ല കേട്ടാ. ഇന്നലത്തെ വീഡിയോയില് ഞങ്ങളൊരു അയനെ കണ്ടുപിടിക്കാന്ന് വിചാരിച്ചു. അത് അയൻ കണ്ടുപിടിച്ചില്ല. കുറേ സമയമായി. അത് മാത്രമല്ല ഞങ്ങൾക്ക് ഒരു പൊട്ട സ്ഥലമായിരുന്നു കിട്ടിയത്. ഇന്ന് പക്ഷെ ഞങ്ങൾ കുറേ പോയിട്ട് നീന്തിയിട്ടൊക്കെ ഞങ്ങൾക്ക് ഒരു സ്ഥലം കിട്ടി. നിറച്ച് സ്റ്റോണും സാധനങ്ങളൊക്കെയാണ് കണ്ട. ഇങ്ങനെ ഉള്ളു ഏതൊരു കാട്ടും പ്രദേശമായിരുന്നു. അവിടെ ഇങ്ങനെ കല്ലുകളൊക്കെ കുറവായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് ചെയ്തോട്ടെ. അപ്പോൾ കുറച്ചെന്തെങ്കിലും അയം കിട്ടിയാലോ പറയാൻ നമുക്ക് അയ്യാൻ കിട്ടാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്നത്തെ നമ്മളെന്തൊരു ചെയ്യാൻ പോണേ? ഇന്നത്തെ ഒന്നിച്ചാ അയൻ തന്നെ കണ്ടുപിടിക്കണം. അതുകൊണ്ട് നമ്മൾ അയൻ ആർമർ കണ്ടുപിടിക്കും. അതുകൊണ്ട് നമ്മളെ ഗോൾഡ് കണ്ടുപിടിക്കും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് എത്ര ലൈക്കൊക്കെ ചെയ്യും ഞങ്ങൾ നോക്കാട്ടോ. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്തോളാം, മറക്കരുത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ഗെയിംസൊക്കെ ഞങ്ങൾ കളിക്കേണ്ടതാണ് ഉറപ്പായിട്ടും. നിങ്ങൾ പറയണ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഞങ്ങൾ എന്തായാലും കളിച്ചിരിക്കും. നമ്മളിപ്പോൾ കുറച്ച് കുഴിച്ചിട്ട് നേരെ രാത്രി അതെന്നിട്ട് സാധനം കാണിച്ചു തരാം. അത് എന്നിട്ട് സാധനം നമുക്ക് കാണിച്ചു തരാം. ഇതാണ് സ്പൈഡർ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ വിഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമാണ്. അതിനെ കൊന്നാണ്. അയ്യോ അവിടെ സ്കെൽട്ടൻ ഉണ്ട്. അവിടെ സ്കെൽറ്റൻ നമ്മൾ കണ്ടാൽ വെടിയാവും. പിന്നെ നമ്മൾ അതിലുള്ള റീസ്പോൺ കൊണ്ടുവരും. പിന്നെ നമ്മുടെ കൂട്ടുകാരൻ്റെ തന്നെ പണി പാളും. നമുക്ക് എങ്ങനെയും കയറി ഒളിച്ചോ. എങ്ങനെയും മലയുടെ പുറത്തേക്ക് കയറാൻ നോക്കാം. മലയുടെ പുറത്തേക്ക് അത് കയറില്ലേ? കയറും. അവിടെ അത്രയും സോമികൾ ഉണ്ടാവില്ല. എൻഡർമാനാണെങ്കിൽ വരും. എന്താണെങ്കിലും പക്ഷെ എൻഡർമാൻ്റെ കൈക്ക് കണ്ണുമ്പോൾ നോക്കിയല്ലേ കുഴപ്പമുള്ളൂ. നമ്മളെ ഇരുന്നാലും പിടിക്കും. നമുക്കിന്ന് എന്നിട്ടാണ്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യണം. നമുക്ക് ഈ കോളൊക്കെ പറക്കാം. പിന്നെ നമുക്ക് അടുത്ത വീഡിയോ ഒക്കെ ആകുമ്പോൾ നമ്മൾ മറ്റേ വീട് വയ്ക്കാൻ നോക്കും. ഗൈസ് നമ്മൾ ഉറപ്പാണ് നമ്മൾ വീട് വയ്ക്കാൻ നോക്കും. നല്ല ഭംഗിയുള്ള വീട്. അപ്പം ഞങ്ങൾ വീട് പണിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ താൽക്കാലികമായി നിൽക്കാനുള്ള ഒരു ചെറിയ വീട് പണിയും. അപ്പോൾ ഗൈസ് നിങ്ങൾ ഇപ്പം ഞങ്ങൾ ഏതോ ഒരു മലപ്പുറത്തിലാണ് നിൽക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എടുക്കാം. നമ്മളെന്തായാലും അടുത്ത വീഡിയോയ്ക്ക് ആകുമ്പോഴേക്കും വീട് പണിയും. കുഴപ്പമില്ലാത്ത വീടുകളൊക്കെ പണി. പക്ഷെ നിങ്ങൾക്ക് വീട് പണിയാണ്ട് കാണണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ മറ്റേ കാര്യം കമൻറ്റ് ചെയ്യണം. വെള്ളത്തിൽ കൂടെ ഒരുക്കി പോവാ. അപ്പം നമ്മളങ്ങനെ വീട് പണിയത് ഓടിക്കും. അല്ലെങ്കിൽ നമ്മൾ വീട് പണിയാത്ത സാധനങ്ങൾ കാണിക്കുള്ളൂ. അപ്പം ഇതാര് കുറച്ചുകൂടെ കുറച്ചുകൊണ്ട് രാവിലെ സ്കെൽട്ടൻ കത്തിന്ന് കാണിച്ചു തരാം. സ്കെൽട്ടൻ കത്തണ കാണിച്ചു തരാം. സ്കെൽട്ടൻ്റെ അടുത്തേക്ക് ഞാൻ തുണ്ടായിരിക്കുക. നമുക്ക് സ്കെൽട്ടൻ്റെ അടുത്തേക്ക് പോകാം. സ്കെൽട്ടൻ കത്തണത് കാണും. കത്തണത് കാണുന്നതാണ് പറയണേ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ സ്കെൽട്ടൻ വെടിക്കും ഷീൽഡ് വെച്ചാൽ പോരെ. നമുക്ക് ഷീൽഡ് ഇല്ലല്ലോടാ. ഷീൽഡ് എങ്ങനെ ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാ. കണ്ടുപിടിക്കണം പക്ഷേ. അപ്പം നമ്മൾ ഇതൊക്കെ ചെയ്തപ്പോൾ നമുക്ക് വീട് പണിഞ്ഞാൽ മതിയാക്കില്ലേ. നോക്കാം കഴിച്ച് നമുക്ക് വീട് പണിയാൻ പെട്ടെന്ന് സ്കെൽട്ടൻ കത്തണ്ട് കാണാൻ. നമുക്ക് എങ്ങനെ പോകാൻ പറ്റും? സ്റ്റെപ്പ് ഉണ്ടാക്കി പോണു. അല്ലെങ്കിൽ നമ്മൾ ഏതോ ഗുഗയെത്തും. സ്റ്റെപ്പ് ഉണ്ടാക്കി പോകണ്ട. ഇവിടെ സ്റ്റെപ്പ് ഉണ്ടാക്കാൻ പറ്റണില്ലേ. എങ്ങനെയും ചാടി പോകാൻ നോക്കാം. എങ്ങനെയും ചാടി പോവാൻ നോക്കാം. സ്കെൽട്ടൻ കത്തണ്ട് കാണിച്ചു തരാം. രാവിലെ ആവുമ്പോഴേ സോംബിയൊക്കെ കത്തും. പക്ഷെ എൻഡർമാൻ കത്തില്ല. എൻഡർമാൻ രാവിലെ ഉണ്ടാവാറില്ല. രാവിലെ കുറച്ചുണ്ടാവുള്ളൂ.
രാത്രി കുറേ ഉണ്ടാവില്ല. ആ പിന്നെന്ന് വെച്ചാ മൈൻക്രാഫ്റ്റിൽ എന്ത് പെട്ടെന്നല്ല രാവിലെ പിന്നെ അണ്ടർമാൻ വെള്ളത്തേക്ക് വീണാ പിന്നെ അണ്ടർമാൻ വരൂല. പിന്നെ guys നമുക്കിപ്പോൾ കുറേ ലൈക്സൊക്കെ കുറവാണ്, സപ്പോർട്ടിങ് ഒക്കെ കുറവാണ്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യും. നമ്മുടെ കുറച്ച് നാളായിട്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം നിങ്ങളിന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ആരാന്നറിയോ, ഞാൻ കാണിച്ചുതരാം. ഇപ്പോൾ ഒരു ക്രീപ്പറാണ്, പൊട്ടിയെറിച്ച് കാണിച്ചു തരാം. കണ്ടോ guys, ഞാൻ പൊട്ടിയെറിച്ചതാണല്ലോ. അപ്പോൾ നമ്മുടെ ലൈഫൊക്കെ കുറഞ്ഞുണ്ട്. അത് കുഴപ്പമില്ല, നമുക്ക് ലൈഫ് തന്നെ കൂടിയോളും. അയ്യോ ഫുഡ് കഴിക്കട്ടെ. നമ്മുടെ വിശപ്പ് തുടങ്ങി. നമ്മുടെ ചിക്കനാണ്, നമ്മുടെ ചിക്കൻ അവിടെ കിട്ടിയപ്പോൾ പൊട്ടിച്ചതാണ്. ചിക്കന് തലേമറണം കൊടുത്തു. അപ്പം ചിക്കൻ നല്ല സുഖമായിട്ടുണ്ട്. ചിക്കൻ കുറഞ്ഞോട് ഞാൻ തിന്നിട്ടുണ്ട്, ഓർമ്മയില്ല. പോർക്ക് പന്നിയുടെയാണ് guys. അപ്പം നമുക്ക് ഇവിടെ വേറെ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഫുഡ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് എന്നിട്ട് ഇപ്പോൾ ഫുഡാണോ? ഇതേ ചിക്കൻ ചിക്കിപ്പി. നമ്മുടെ കോഴീനെ അടിച്ചു കൊല്ലാൻ പോവാണ്. അയ്യോ കോഴി ചിക്കൻ കൂടെ അതേ കിടക്കും. കോഴിക്ക് ചിക്കൻ ഇല്ല. കിട്ടിയില്ലേ? നമുക്ക് ചിക്കൻ കിട്ടിയില്ല. ഇപ്പോൾ രാത്രിക്കുള്ളത് നമുക്ക് പൊരിക്കാനുള്ളതാ. നമുക്ക് ഹങ്കർ ലെവൽ കുറഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് ഇവരൊക്കെ നമ്മുടെ സ്വർഗം ടൂൾസ് അടിച്ചാലോടാ. ടൂൾസ് എടുത്തേക്കണോ? സോഡുണ്ടല്ലോ. ഞാൻ സോഡുള്ള അപ്പം പേടിക്കുന്നത്. ഒറ്റടിക്ക് ചതുണ്ട്. ഓ എന്ത് സ്പീഡിലല്ലേ പോണവൻ. എന്നിട്ട് അവിടെ കുതിരാനാ കണ്ടു ഗൈസ്. അവിടെ ഒരു കുതിരാനാ കണ്ടു. കുതിര പോലത്തെ ഉണ്ട് സാധനം. ഇതാണ് മച്ചോണ്ട കയറുള്ള കുതിര. വേണമെങ്കിൽ എനിക്ക് കൊല്ലാം. നമുക്കൊന്നിട്ട് എന്തെങ്കിലും കിട്ടും. ഒന്നും കിട്ടൂല. പിന്നെ അവൻ തിരിച്ചറ്റാക്കിയോ നമ്മളെ. നമുക്കിന്ന് കുറേ ഷീപ്പിനെ കിട്ടുന്നുണ്ട്. ഷീപ്പ് ഞങ്ങൾക്ക് കിട്ടാറില്ല. എന്തെന്നാണോ ഷീപ്പിനെ ഓടിപ്പിച്ചടിക്കുന്നത്. ഞാനാണ് കുറച്ചൊക്കെ അടുത്ത ഷീപ്പ്. ഞാനാണ് ഷീപ്പ് ഭയങ്കര ലെവലുണ്ടെങ്കിൽ കൂട് കിട്ടുന്നു. നമുക്ക് കൂലുകൊണ്ട് ബെഡ് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ നമ്മള് വീട്ടിനുള്ള സാധനങ്ങളൊക്കെയാണ് കൈ ചാടിയാല്. അയ്യോ ഇപ്പൊ ഞാൻ ഡെഡായേനെ. വെള്ളം ഉണ്ടെങ്കിൽ ചാടിയാലും കുഴപ്പമുണ്ടായിരുന്നു. ആടെ എവിടെയായിരുന്നു? ബസ് സ്റ്റാൻഡ്. ആടെ പോയി. നമുക്കിപ്പോ മുകളിലേക്ക് പോവാം. നല്ല അങ്കറി ലെവലുണ്ടടാ. നമുക്ക് എന്താണോ പെട്ടെന്ന് അങ്കറി ആവുന്നത്. ഇവിടെ കുറേ ഉണ്ടല്ലോ. കുറേ ഉണ്ട്. നമുക്കെന്താ സാബാണോ? ഫുഡിന്റെ സാബയില്ലല്ലോ. നമുക്ക് നിറച്ച് ഫുഡാലോ. എല്ലാത്തിനും നമ്മൾ കൊന്നോണ്ടിരിക്കും. കൊല്ലും ആരും എന്നിട്ട് ഷീപ്പ് അല്ല അടുത്ത ചിക്കനൊക്കെ ഒറ്റടിക്കാവുക നമ്മുടെ കൈയോട്. നമുക്കൊക്കെ ഒന്ന് കയറിയിട്ട് അവിടെയൊക്കെ തപ്പാൻ കഴിയുമെന്ന് വെച്ചാൽ മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ സ്ഥലം തപ്പണം. നമുക്ക് ഇവിടെ വലുതുണ്ടോ നോക്കാം. ബ്ലോക്ക് പൊട്ടിയ ഈ പിക്കാസ് പൊട്ടും. ബ്ലോക്ക് പൊട്ടി പിക്കാസ് പൊട്ടി നമുക്ക് നോക്കാം. ഇല്ല പൊട്ടിയില്ല. സംഭവം അനിയൻ പറയുന്നപ്പോ തെറ്റി തുടങ്ങി. പൊട്ടി അങ്ങനെ നമ്മുടെ പിക്കാച്ച് പൊട്ടി വരണം. എന്നാലും കുഴപ്പമില്ല. പിക്കാച്ച് ഉണ്ടാക്കാൻ അത്ര നേരം വേണ്ട. കുറച്ച് ഫുഡ് കളിച്ചത് ഫുഡിതേ ഓറില്ല മറ്റേ സാധനം കോളുകൊണ്ടൊന്നൊരു ഉപകാരം. കോളുകൊണ്ട് ഉപകാരം ടോർച്ച് ഉണ്ടാക്കാൻ പറ്റില്ലേ? ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ടോർച്ച് ഉണ്ടാക്കിയാലിപ്പോ എത്ര എണ്ണം വേണ്ടി വരും? ഒരു ടോർച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ കേവിക്ക് പോകണമെങ്കിൽ ഇഷ്ടംപോലെ വേണം. ഓ ഇവിടെ കേവ് ഒന്നും കാണാനില്ല. കേവില് ഞാനിവിടെ അടിക്ക് പോയ. നമുക്കിങ്ങനെ ഒരടിച്ചിങ്ങനെ കുഴിച്ച് പോയാലോ. നമുക്ക് കുറേ ഇപ്പൊ കഴിച്ച് നമുക്ക് കോളങ്ങനെ കിട്ടിയില്ലേ. കോള് ഫുള്ളും തപ്പായിരുന്നു. കോളിന് സംഭവമേ ഇല്ല. കോള് ഇന്നലെ തൊട്ട് നമ്മൾ തപ്പണതാ. ഇന്നലെ ഒന്നും കണ്ടില്ലേ. ഇപ്പൊ കണ്ടു. ഇപ്പൊ എന്തോരാന്ന് ഇതാ പറഞ്ഞേ. ഇന്നലെ നമ്മള് തപ്പിയ സ്ഥലം അത്രയും രസമില്ലാത്ത സ്ഥലമാണ്. വെച്ചാൽ അവിടെ കാടാണ്, കല്ലൊക്കെ കുറവാണ്. ഞങ്ങളൊരു ഗൂഗിളിൽ പോയി കഷ്ടപ്പെട്ട് കണ്ടെത്തിച്ച് നമ്മളവിടെ സ്പോണായിക്കൊണ്ട് കാപ്പിലായിരുന്നു. പക്ഷെ ഇവിടെ കണ്ട കാട്ടിലാണ്. നടുവിലപ്പുറത്ത് കാടും ഇപ്പുറത്ത് കല്ലുകളാണ്. അതൊന്നും കുഴപ്പമില്ല. മരം വെട്ടാൻ വിചാരിച്ചാൽ അപ്പുറത്തേക്ക് പോയാൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. ഇതാകുമ്പോൾ നമുക്ക് സുഖമാണ്.
ഇഷ്ടംപോലെ കോളായിട്ട് എനിക്ക് കിട്ടീന്. കോളിന്റെ സ്റ്റാക്കാൻ തരാം. എനിക്കിപ്പോ 29 കോളുണ്ട്. 29 കോള് കിട്ടി. അതുപോലെ കുറെ സാധനങ്ങളുണ്ട്. ഇനിയും കുറെ കോളുണ്ട് കോളില്. ആ കോളെല്ലാം മുട്ടിയെടുക്കാം. നമ്മള് എന്തെങ്കിലും കിട്ടിയാൽ നമുക്ക് ഒന്നും പോലെ ബാക്കി അടിക്കാണ്. നല്ല ഓസ് കിട്ടുന്നതല്ലേ. നമുക്കിങ്ങനെ എല്ലാം റെഡിയാക്കാം. എല്ലാ ആശം വരൂടാ. ആശം വരാത്ത നമ്മുടെ കാട്ടുപശുവിനെ അടിച്ചിരിക്കുന്നു. കാട്ടുപശു ചത്തിരിക്കുന്നു. പുക പോണു. നല്ല ഇവരൊക്കെ ചാമ്പതിലൂടെ പുക പോണേ. അയ്യോ സ്കെൽട്ടൻ ചമ്മി പണി പാലും വെള്ളത്തിൽ കിട്ടിയുന്നുണ്ട്. പണി കിട്ടി. ഇല്ല ഞാൻ പോയി ഭാഗ്യം. സ്കെൽട്ടനോട് ദേ അമ്പിട്ടോണു. പട്ടിയൊക്കെ അമ്പിട്ടോണുണ്ട്. പോയാ പട്ടിയൊക്കെ ഞാൻ പോയിന്നുണ്ട്. ഭാഗ്യം സ്കെൽട്ടനൊന്ന് പുറത്തേക്ക് ഇറങ്ങി. അതെടുക്കാൻ പറ്റില്ല തോന്നണ എനിക്ക്. പുറത്തേക്കിറങ്ങിയിട്ടെങ്കിൽ കാര്യം നിക്കണത്. അയ്യോ ഞാൻ അങ്ങോട്ടൊന്നില്ലേ. ഞാനൊരു പാവ മനുഷ്യനാണേ. നമുക്ക് ഷീൽഡ് ഉണ്ടാക്കിട്ട് നമുക്ക് പോവാൻ കഴിയും. നമുക്ക് ഒരാളെയും പേടിയില്ല. നമുക്കതിന് കോളുള്ള സ്ഥലത്ത് അയണുണ്ടാവുന്ന ഞാൻ കേൾക്കുന്നത്. അതുകൊണ്ടൊക്കെ ഞാൻ കോളൊക്കെ മനസ്സിലുണ്ട്. ശരിയായി. നമുക്കിങ്ങനെ കുറെ അടിക്ക് പോകുമ്പോഴേക്ക് അയൺ കിട്ടുക. നമ്മൾ കോള് മഴയാണെന്ന് നോക്കണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോ. അപ്പം നമുക്ക് കോളിപ്പോൾ കിട്ടിയിരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോ ഈ വീഡിയോ കഴിയുമ്പോൾ അയ്യാൻ കിട്ടുമെന്ന് എനിക്ക് തോന്നണം. എനിക്ക് അടുത്ത വീഡിയോയില് ഇപ്പൊ കോളിന്റെ അടുത്ത വീഡിയോ ഉണ്ടായിരിക്കും ചിലപ്പോ. അപ്പൊ നമുക്ക് അടുത്ത ഫുഡിന്റെ അപ്പൊ ഞങ്ങൾ വേറെ സ്ഥലത്തേക്കൊക്കെ പോവും. അപ്പൊ ഞങ്ങളുടെ ടൂളൊക്കെ പോവും. നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾ വേറെ അങ്ങനെയൊക്കെ ആയതാന്ന്. ഞങ്ങളിപ്പോൾ വേറെ സ്ഥലത്തേക്കൊക്കെ പോകണമെന്ന് വെച്ചാൽ ഇന്നലെയൊക്കെ കുറച്ച് കാടൊക്കെ ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള സാധനം ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഫുള്ളും പച്ചപ്പ് പോലത്തെ സ്ഥലമായിരുന്നു. അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് മാറിപ്പോണ്ടാണ് ഗുണം. അതേപോലെ ഞങ്ങൾക്ക് ഓരോ സ്ഥലങ്ങളൊക്കെ മാറും. അപ്പം നിങ്ങളത് വിചാരിച്ചൊന്നും പറയരുത്. ഞാനിവിടെ മൈനിങ് ചെയ്യാം. ഓക്കെ. ഞങ്ങളിപ്പോൾ എല്ലാം ഇങ്ങനെ കുഴിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം നമുക്ക് പറ്റണം അത്രത്തോളം നമ്മൾ നോക്കും. പാതാളം വരെ കുഴിക്കും ഞങ്ങൾ. അപ്പം നാളെ നമുക്കിങ്ങനെ ഓരോരോ സ്ഥലത്തും വിചാരിച്ചു. നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്യാണ്ടൊന്നും പോകരുത്. തെറ്റിദ്ധരിക്കരുത്. ഞങ്ങൾ എന്തായാലും അടുത്ത പാട്ട് ഇടും. യെസ്. അപ്പം ഞങ്ങളിവിടെ കുറേ പണികളാണ്. കുടിക്കുക. സൗണ്ട് പൊട്ടിയാലും കുഴപ്പമില്ല. വേറെ സ്ഥലത്തേക്ക് പോവാ. സൗണ്ട് ഉണ്ടാക്കുക. കുറേ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ന് തന്നെ നമുക്ക് ഇങ്ങനെ പോകുമ്പോൾ കിട്ടുമെന്നാണ് തോന്നുന്നത്. സ്റ്റെപ്പും കൂടി ആയിട്ടുണ്ടാക്കാം. നേരെ കയറാൻ പറ്റില്ല. അപ്പം നമുക്ക് ഞാൻ ഇവിടുന്ന് വരെ കുറിച്ചുവാണെങ്കിൽ എനിക്ക് ചുങ്കായിട്ട് കയറാനും പറ്റും. ഞാൻ എന്താണ് സീക്രട്ട് റൂം പോലെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിലും ഞാൻ എന്താണ് അറിയാം ഇങ്ങനെ കുരിയത്. ഞാനൊരു കേവേ പോയൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അവിടെയാണ് നമ്മുടെ സ്കെലിട്ടൻ നമ്മൾ നശിപ്പിക്കാൻ നോക്കി. അപ്പം നമുക്ക് ഇവിടെ ഇങ്ങനെ ഇതേപോലെ ഉണ്ടാക്കാം. അതായത് നമ്മളിങ്ങനെ സ്റ്റെപ്പും പടി പോലെയാണ് ഉണ്ടാക്കണേ. ഇതിൻ്റെ ഉപകാരം നമുക്ക് സ്പീഡിൽ പോകാനും പറ്റും. പിന്നെ അത് മാത്രമല്ല നമുക്കിങ്ങനെ സ്ഥലം ഇങ്ങനെ പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ എന്ന് വെച്ചാൽ സ്റ്റെപ്പും പടി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ കുരിച്ചു പോവാം. അങ്ങനെ കുരിച്ചു പോയി ഇങ്ങനെ കയറാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കുറേ ആയി നമ്മൾ അയൻ കണ്ടുപിടിച്ച ഇന്ന് അയൻ കണ്ടുപിടിക്കുന്ന ഒരു സംശയമുണ്ട്. ഇന്ന് കണ്ടെത്തുന്നത് തോന്നണില്ലേ. അതാ വെച്ചാൽ ഒന്നാമത് പറഞ്ഞപ്പോൾ നമുക്ക് എന്നാലും കോള് കണ്ടെത്താൻ പറ്റി. ഇന്നലത്തേക്കാളും മിച്ചുണ്ട്. അപ്പം നമ്മുടെ സ്റ്റിക്ക് ഉണ്ടോ? സ്റ്റിക്ക് ഇല്ല. എന്താ വെച്ചാൽ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഇന്ന് കാണാണ്ടാവുന്നുണ്ട് ഗായ്സ്. നമുക്കൊരു കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ കാണാണ്ടാവാണ്. ഒരു കുഴപ്പമുണ്ട്. നമ്മൾ ടോർച്ച് ഉണ്ടാക്കി നമുക്ക് ടോർച്ചൊന്ന് ഉപയോഗിച്ചാലോ? ഒരിക്കൊന്ന് കാണിച്ചു കൊടുക്കാറുണ്ട് ടോർച്ച് ഉണ്ടാക്കിയത്. ഒരു സിമ്പിളാണ്. ടോർച്ച് അമർത്തിയാൽ മതി. അത്രേ ഉള്ളൂ. ഞാൻ ഇവിടെ വേണേ കുത്തി വെക്കാം. കണ്ട കൈസ്. അപ്പോൾ ലൈറ്റ് വരണുണ്ട്. അപ്പം നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ കയറും ചെയ്യാം. അടിക്ക് പോവുകയും ചെയ്യാം. അപ്പം നമുക്ക് അടിക്ക് ഇങ്ങനെ കുഴിച്ച് പോകാനുള്ളതാണ്. അപ്പോൾ ഇനിയും കുറെ കുഴിക്കാണ്ട്. മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ മണിക്കൂറുണ്ടാവും. കുറേ മിനിറ്റ് ഉണ്ടാവും.
ഈ ഡയമണ്ട് കണ്ടുപിടിച്ചാലും മൈൻക്രാഫ്റ്റ് തീരില്ല. അതെ, കുറേ കുഴിക്കാനും കുറേ പണിയെടുക്കാനുണ്ട് മൈൻക്രാഫ്റ്റ് ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും പെട്ടെന്ന് 10 മിനിറ്റ് 20 മിനിറ്റിലൊന്നും കംപ്ലീറ്റ് ആക്കും. ആർക്കോറാണ് നല്ല ടഫ്. ഒരാട്ടുണ്ട് ഇതായാൽ പിന്നെ കളിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ആർക്കോറ് ഞങ്ങൾ എത്രത്തോളം പറ്റണം അത്രത്തോളം ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് കൂടി വേണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഫസ്റ്റ് കുറച്ച് നിങ്ങളെന്തേലും ഫർണസ് കൊണ്ട് ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ലല്ലോ. നമുക്ക് ഫർണസ് ഉണ്ടാക്കി കാണിച്ചു തരാം. ഫർണസ് ഇങ്ങനെ എന്താ വെച്ചാൽ എൻ്റെ കൂട്ടുകാർക്ക് അങ്ങനത്തെ ആൾക്കാരൊക്കെ കുറേ പേര് ഞങ്ങളോട് പറഞ്ഞു എന്താ വെച്ചാൽ നമുക്ക് ഇങ്ങനത്തെ സാധനം ഒന്നും ഉണ്ടാക്കാറില്ല, ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കണേ അങ്ങനെയൊക്കെ ആൾക്കാർ ചോദിക്കണം. നമുക്കിങ്ങനെ ഫുഡ് ഉണ്ടാക്കണമെന്ന് അറിയും. ഇത് ഇവിടെ വെക്കാണ്ട് എന്നിട്ട് കുക്ക് ചെയ്യുന്നത് ഇത് ഇവിടെ വയ്ക്കാം. അപ്പോൾ തന്നെ കുക്കായി കിട്ടും. നോക്കണേ, ഇന്ന് വെക്കാൻ പറ്റാത്ത. ഓക്കെ, ഇങ്ങനെ നോക്കിയാളെ തന്നെ കുക്കായി കിട്ടും. നമ്മളൊന്നും ചെയ്യണ്ട. ഞങ്ങൾ ഇങ്ങനെ വെറുതെ കിടന്നു. എത്ര മിനിറ്റ് എടുക്കും? കുറേ നേരം ഉണ്ടാവും. കുറച്ച് നേരത്തോണ്ട് കുക്ക് ചെയ്ത് കിട്ടും. കണ്ട ഇപ്പോൾ എന്തൊരു പെട്ടെന്ന്. നമുക്കിപ്പോൾ തിന്നാൻ പറ്റുമോ? അത് ഞാൻ പറ്റില്ല. തിന്നോക്കിയാലോ? പിന്നെ കണ്ട ഉപകാരം ഇതുകൊണ്ട് ഉപകാരം നമുക്കല്ല ഉപകാരം ഉണ്ടാവും. ഹംഗ്രി ലെവല് പിന്നെ പെട്ടെന്നൊന്നും കുറയും. പെട്ടെന്ന് ഹംഗ്രി ലെവൽ കൂടും. കുറച്ചധികമായിട്ട് കൂടും. കുറയും കൂടും. ഓ, ഇപ്പം ഹംഗ്രി ലെവല് കുറേ നേരം കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ഹംഗ്രി വരാല്ലേ. അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത് ഹംഗ്രി വരുമ്പോഴേ കുറച്ചധികം ഈ സാധനം കൂടുന്നാ. ഓ, മറ്റേ ഈ പടം കണ്ടോ നമ്മുടെ ചിക്കൻ്റെ പടം? ആ പടം കൂടുന്നാണ് പറയണത്. നേരത്തെ ആണെങ്കിൽ എല്ലാം ഒരെണ്ണം വെച്ചിട്ട് കുറച്ചൊക്കെ കൂടണത്. ഇതിപ്പോൾ കൂടി പെട്ടെന്ന് കൂടും. നമുക്ക് ഇവിടെ ഒരു തമ്പടിക്കേണ്ട സ്ഥലമായി തോന്നുന്നുണ്ട്. കുറേ കുഴിച്ചു. നമുക്കൊന്ന് കാണിച്ചു കൊടുത്ത ഫ്രണ്ട്സിന്. നമ്മൾ ഇവിടെയാണ് ഈ സാധനം വെച്ചോണേ. കീ വഴി കയറി പോവാം. ഇത് കുറേ ഉണ്ടാക്കാൻ പറ്റൂലേ? ഞാൻ വേണമെങ്കിൽ ഇത് വേണമെങ്കിൽ കുക്ക് ചെയ്യാം. എന്ത്? ഈ സാധനം ക്രാഫ്റ്റിൻ്റെ എവിടെ വേണമെങ്കിൽ കുക്ക് ചെയ്യാം. അതൊക്കെ ഇങ്ങനെ കുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ രണ്ട് സാധനം അത് കുക്ക് ചെയ്യാൻ പറ്റില്ലേ? ഇത് കുക്ക് ചെയ്യാൻ പറ്റുമോ? എനിക്ക് സംശയം ഇല്ലാടാ. ഓ, അപ്പം നമുക്ക് ഇത് കുക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? നോക്കട്ടെ. ഇല്ല. ഇത് പറ്റുന്നു. അത് വെച്ചു. നമുക്കിത് ഇതെന്താണല്ലോ, ഇത് പന്നിയിട്ടല്ലേ കുക്ക് ചെയ്യാൻ പറ്റില്ല. പോർക്കച്ചപ്പ് ഇതാണ് ഇതിൽ കാണിച്ചോളൂ. നമ്മൾ പോർക്ക് എന്ന് പറയുന്ന സാധനം നയിക്കാൻ തോന്നണേ. അപ്പം അതിനെ ഇരിക്കുക. അപ്പോൾ പിന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ചാനൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഷെയർ ചെയ്യുക. പിന്നെ നല്ല ഗെയിംസൊക്കെ ഷെയർ ചെയ്ത ആൾ കളിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ടും തിരിച്ചു വരാം. ബൈ, സീ യു.